ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി ഉപ്മാവാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഡ്ഡലി പൊടിച്ചത് ഒരു 5 ഒരു സബോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിത്തള, ഒരു കുഞ്ഞിയ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു കോഴിമുട്ട. ഇതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാൻ വെച്ചേക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് അതിലോട്ട് കുറച്ച്, നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് കടുക് മതി കേട്ടോ. കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോള ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കറിവേപ്പില നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിന് ആവശ്യത്തിന് ഉപ്പ് മതി കേട്ടോ. അതിട്ടിട്ട് നന്നായി വതക്കുക. നന്നായി തന്നെ വതക്കണം കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നന്നായിട്ടുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചത്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ ഇളക്കുക. നന്നായി മൂക്കണം കേട്ടോ. ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഇത് കുത്തൽ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് പൊരികടല, നമ്മുടെ ആവശ്യത്തിന് വേണ്ട പൊരികടല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നന്നായി വതക്കി കൊടുക്കുക. നന്നായി തന്നെ വതക്കണം കേട്ടോ. ആ വതക്കിയ ശേഷം അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പച്ചമുളക് ഇട്ടിട്ട് നന്നായി വതക്കുക കേട്ടോ. ഇനിയും വതക്കിയ ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് തക്കാളി, ഒരുപാട് തക്കാളി ഇടണ്ട കേട്ടോ, കുറച്ച് തക്കാളി ഇട്ടിട്ട് അതും അതിലേക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ള ഉപ്പും മതി കേട്ടോ. ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഈ ലെവലാവുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. ആ കോഴിമുട്ട നന്നായിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ആ ഇളക്കിയ ശേഷം മുട്ടയിട്ടിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, മുട്ടയിട്ട് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ടാകും. ഇത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ പിച്ചി വെച്ചിട്ടുണ്ടല്ലോ ഇഡ്ഡലി, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട്, ഒറ്റ പ്രാവശ്യമായിട്ട് ഇടണ്ട. ഒരു 5 ഇഡ്ഡലിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 2 പ്രാവശ്യമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കുക കേട്ടോ. ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ ഇട്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ആ ഇഡ്ഡലി ഒന്ന് ചൂട് ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള കളറും നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, തിന്നാൻ തോന്നും. നല്ല ടേസ്റ്റ് ആട്ടോ അത്. ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുമ്പോൾ തന്നെ കൊതി ഊർന്നില്ലേ നിങ്ങൾക്കും?